ഗവൺമെന്റ് ഈ ടാക്സ് കുറക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വരുമാനത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന കുറേ ആനുകൂല്യങ്ങൾ ഈ ഒരു ഇതിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അതൊരു നല്ലൊരു കാര്യവും കൂടിയാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന കുറേ ആനുകൂല്യങ്ങൾ കുറയുകയും ചെയ്യും. അതുകൊണ്ട് ഇതൊരു ഈക്വിലിബ്രിയം പ്രൈസിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത് സർക്കാരിനും നമുക്കും. മാത്രമല്ല ഇപ്പൊ ഇവിടെ ഹൈഡ്രജൻ പോലുള്ള ഫ്യൂവലുകൾ ഉപയോഗിക്കുന്നത് കാര്യം പറഞ്ഞു. ഹൈഡ്രജനെ വെച്ച് നോക്കുമ്പോൾ ഹൈഡ്രജൻ ഏറ്റവും നല്ലൊരു ഐഡിയൽ ഫ്യൂവൽ ആണ്. കലോറിഫിക് വാല്യൂ ഹൈ ആയിട്ടുള്ളൊരു എലമെന്റ് ആണ് ഹൈഡ്രജൻ. പക്ഷേ അത് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഇല്ല. കാരണം അതൊരു എക്സ്പ്ലോസീവ് ഗ്യാസ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് ഫോറിൻ പോളിസിയിൽ മാറ്റം വരുത്തണം. നമ്മൾ അത് ചേഞ്ച് വരുത്തിയതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. സുലഭമായിട്ട് നമുക്ക് റഷ്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന അതെന്താ ടാക്സ് അടിക്കാൻ കാരണം? അതിന്റെ പിന്നിൽ എന്താ? അതിന്റെ പിന്നിൽ എന്താ? നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് വരച്ച വരയിൽ നിർത്തിയിരിക്കുകയാണ്. അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. നമ്മൾ 16-ാം നൂറ്റാണ്ടിലേക്ക് ഉണ്ടാകുമ്പോഴാണ് ഇപ്പൊ പറഞ്ഞില്ല വിറകടുപ്പിലേക്ക് മാറാം. നമ്മളൊക്കെ ഇനി ഒറ്റ മുണ്ടും തോർത്തൊക്കെ കൊടുത്തുകൊണ്ട് നടക്കുന്ന സാഹചര്യത്തിലേക്ക് വരാൻ ഈ ഗവൺമെന്റ് പറയൂലേ? അദ്ദേഹം സപ്ലൈകോയിലിരിക്കുന്ന ആൾ കൂടിയാണല്ലോ. അപ്പൊ ഈ ശരിക്കും ഈ നികുതി കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് വില കുറയും. പക്ഷേ ചിലപ്പോ മറ്റുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ പോകും. അന്നേരം വേറെ മേഖലകളെ ബാധിക്കുമല്ലോ. ഒന്ന് കുറയ്ക്കുമ്പോ വേറൊന്ന് അതിന്റെ 2 ഇരട്ടിയാക്കുവാണല്ലോ. അപ്പൊ ഇത് എന്ത് വന്നാലും ഇതിന്റെ എല്ലാം പരിണിത ഫലം അനുഭവിക്കുന്നത് നമ്മുടെ സാധാരണക്കാരായ വില കുറഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും വില കുറയും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും വില കുറയും. അത് സഹോദരിയുടെ തെറ്റായ ധാരണയാണ്. ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ഗവൺമെന്റുകളുടെ അടിയന്തര ഇന്റർവെൻഷൻ വേണം. അതിന് ഹൈ ടാക്സ് സിസ്റ്റം മാറ്റി സബ്സിഡി കൊടുക്കേണ്ട സബ്സിഡി കൊടുത്ത് ആനുകൂല്യങ്ങൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ടാക്സ് കുറയ്ക്കുകയും വേണം. കേന്ദ്ര സർക്കാർ ചെയ്തു. ഇനി അനിലേട്ടൻ ഇടപെട്ട് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് വേഗമാക്കണം. കാര്യം പറഞ്ഞല്ലേ, അതേപോലെ തന്നെ സഹോദരി പറഞ്ഞൊരു വലിയൊരു കാര്യം അതാണ് മിടുക്കി കുട്ടികൾ എന്ന് പറയപ്പെടുന്നത്. ആ കുട്ടി പറഞ്ഞ കാര്യം രാഷ്ട്രീയമല്ലോട്ടെ മോളെ. അതായത് ഒരു സർക്കാരിന്റെ ഈ പൈസ കൊണ്ട് വിവിധ മേഖലകളിലെ വരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കാർഷികനടക്കം വളത്തിന് വില കൂട്ടാത്തത് അടക്കം ഇതിന്റെ വിഹിതം കൃത്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും കൈകാര്യം ചെയ്തു പോകുന്നത്. ആ കൈകാര്യം ചെയ്തു പോകുന്ന ബോധ്യം ആ കുട്ടിക്കുള്ളതുകൊണ്ട് ആ കാര്യം പറഞ്ഞത്. അത് തന്നെയാണ് എന്റെ യാഥാർത്ഥ്യവും. എന്താ ഇൻഡക്ഷൻ കുക്കർ വെക്കാൻ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഗ്യാസിനപ്പുറത്ത് ഇൻഡക്ഷൻ കുത്താൻ ഭയം? എന്താ ഭയം എന്നറിയോ? ആ ഇരിക്കണ ആളുടെ സർക്കാരെ 4 സ്ലാബാ കറണ്ട് ബില്ല് നെഞ്ചത്തടിക്കണം. 10 മണി കഴിഞ്ഞിട്ട് ചോറുണ്ടാ മതി എന്ന് പറയാൻ പറ്റുമോ? അതൊരു പ്രശ്നമില്ല അല്ലെ? ചർച്ചയിൽ ഒരു പോയിന്റ് ഉന്നയിച്ചാൽ പോയിന്റിന് ഉത്തരം തരണം. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും സമ്പന്നന് നികുതി എന്ന് പറയുന്നതാണ് കോർപ്പറേറ്റ് നികുതി. ആ നികുതി 30-ൽ നിന്ന് 22 കുറച്ചവർ 30 ആക്കുമോ ഈ യുദ്ധകാലത്ത്? നികുതി കൂട്ടിയാൽ എല്ലാ പ്രശ്നവും തീരുവോ? ഒന്ന്, കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ വരുമാനം വർദ്ധിക്കും. അപ്പൊ ഈ പറയുന്ന പ്രശ്നമില്ല. 2, അന്താരാഷ്ട്ര വിപണിയിൽ ഏറ്റവും കൂടുതൽ ഡീസൽ വില, എണ്ണ വില വന്ന കാലം ഏതാ? ഒരു വീപ്പ എണ്ണയ്ക്ക് $147 വന്നൊരു കാലമുണ്ട്. ഇപ്പൊ ഒരു വീപ്പ എണ്ണ എന്ന് പറയുന്നത് $100 കളിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? ഇന്നുള്ളതിനേക്കാൾ 1 ഇരട്ടി കൂടിയുള്ള വർധനവ്, $3 ഇരട്ടി ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് UPA സർക്കാരിന്റെ കാലമാണ്, ഞങ്ങളുടെ കാലമല്ല, കോൺഗ്രസ്സുകാരുടെ കാലമാണ്. അന്നുള്ളതിനേക്കാൾ എണ്ണ വില എങ്ങനെ ഈ ആഭ്യന്തര മാർക്കറ്റ് വന്നു? 1,00,000 അതിന്റെ ഉത്തരം ഈ പോയിന്റ് ഞാൻ പറയുന്നത് ഞാൻ ആധികാരികമായ കണക്കാണ്. ആധികാരികമായി 2013 ഒരു വീപ്പ എണ്ണ $147. ഇപ്പൊ ഒരു വീപ്പ എണ്ണയ്ക്ക് എത്ര വിലയുണ്ട്? $100 അപ്പുറം ഇപ്പുറം കളിക്കുകയാണ്. എത്ര വില കൂടിയിട്ട് $103 വന്നില്ല. പറയട്ടെ ചർച്ചയല്ല. നമ്മളൊരു പോയിന്റ് ഏറ്റവും കൂടുതൽ തോറിയം കിട്ടുന്നത് ഇന്ത്യയിൽ എവിടെയാ? മനുഷ്യ ജീവിതത്തെ കുറിച്ചാണ് ചർച്ച. ആ ചർച്ച വരുമ്പോ ഞങ്ങൾക്കെതിരായ കോൺഗ്രസിന്റെ കാലത്ത് അന്താരാഷ്ട്ര വിപണിയിൽ $147 വില വന്നു എന്നത് CPM-നുള്ള പോയിന്റ് അല്ല. കോൺഗ്രസ് ഭരിക്കുന്നൊരു കാലത്ത് അന്ന് ആ വില വന്നിരുന്നു. അന്നില്ലാത്ത വിലക്കയറ്റം എണ്ണ വിലക്ക് ഇപ്പോൾ ഇങ്ങനെ വന്നു എന്ന് ഉത്തരം പറയേണ്ടത് BJP ആണ്. വളരെ സിമ്പിൾ. പറയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.